വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ മനംനൊന്ത് ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മലപ്പുറം കിഴിശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശി ഷൗക്കത്താണ് മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച ശേഷം ആത്മഹത്യ ചെയ്തത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു MVDക്കെതിരെ ഷൗക്കത്തിന്റെ ആരോപണം. ഏജന്റ് ഇല്ലാതെ സമീപിച്ചപ്പോൾ നിരന്തരമായി ഫിറ്റ്നസ് നിഷേധിച്ചെന്നും തന്റെ മരണത്തിന് ഉത്തരവാദി മോട്ടോർ വാഹന വകുപ്പാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കൈക്കൂലി കൊടുത്തില്ല എന്ന ഏക കാരണം കൊണ്ട് അവർ എന്റെ ജീവിതമാർഗം തന്നെ തകർത്തു. സിസ്റ്റത്തോടുള്ള പ്രതിഷേധം കൂടിയാണ് തന്റെ ആത്മഹത്യ. ആഭ്യന്തരമന്ത്രിയും ഹൈക്കോടതിയും വിഷയത്തിൽ ഇടപെടണമെന്നും അവസാന ആഗ്രഹം എന്ന നിലയിൽ പറയുന്നുവെന്നും ഷൗക്കത്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. വീട്ടിൽ മരിച്ച നിലയിലാണ് ഷൗക്കത്തിനെ കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഗതാഗത മന്ത്രി CP ജോൺ. ഗതാഗത സെക്രട്ടറിക്കാണ് അന്വേഷണ ചുമതല. ഇടുക്കിയിൽ വീണ്ടും കാട്ടാൻ ആക്രമണം. തലക്കുളം എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു. തമിഴ്നാട് ബോഡി നായ്ക്കന്നൂർ സ്വദേശി ഒച്ചുതേവറാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. തലക്കുളം എസ്റ്റേറ്റിലെ 12 ഏക്കർ ഭാഗത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് ഒച്ചുതേവറിനെ കാട്ടാൻ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് വനം വകുപ്പ് അധികൃതർ നൽകുന്ന വിവരം. കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശമാണിത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിരവധി കാട്ടാനകൾ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നു. വനം വകുപ്പ് ആനകളെ തുരത്തിയെങ്കിലും വീണ്ടും ഇതേ പ്രദേശത്തേക്ക് തിരിച്ചെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. സംഭവത്തെ തുടർന്ന് DFO ഉൾപ്പെടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. മേഖലയിൽ ആവശ്യമായ മുൻകരുതൽ നടപടികളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആനയെ തുരത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മേഖലയിൽ നേരത്തെയും നിരവധി കാട്ടാനാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടെയാണ് വീണ്ടും ഒരു തോട്ടം തൊഴിലാളിയുടെ ജീവൻ നഷ്ടമായത്. സംഭവം പ്രദേശത്ത് വലിയ ആശങ്കയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മൂന്നാർ ടൗണിൽ വീണ്ടും കാട്ടാന ഭീതി. മൗണ്ട് കാർമൽ സെന്റ് മൈക്കിൾസ് ദേവാലയങ്ങൾക്ക് സമീപമാണ് ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങിയത്. വാഴയടക്കമുള്ള കൃഷികൾ നശിപ്പിച്ച കാട്ടാനയെ ആനത്തുരുത്തൽ സംഘം എത്തി വനമേഖലയിലേക്ക് തുരത്തി. വിരിഞ്ഞ കൊമ്പൻ എന്നറിയപ്പെടുന്ന കാട്ടാനയാണ് എത്തിയതെന്ന് വനംവകുപ്പ് അറിയിച്ചു. കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ഇടുക്കി മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിൽ വീണ്ടും കടുവ ആക്രമണം. തൊഴിലാളികളായ രമേശിന്റെ കറവ പശുവിനെയാണ് കടുവ കൊന്നത്. തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം. ദിവസവും 15 ലിറ്ററോളം പാൽ നൽകിയിരുന്ന പശുവാണ് കൊല്ലപ്പെട്ടത്. അടുത്തിടെയായി മേഖലയിൽ 4 കന്നുകാലികളെയാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ലക്ഷ്മി എസ്റ്റേറ്റിലെ വെസ്റ്റ് ഡിവിഷനിലാണ് സംഭവം. തൊഴിലാളിയായ രമേശിന്റെ കറവ പശുവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. ലയത്തിന് സമീപം തന്നെയായിരുന്നു പശുവിനെ ചത്തനിലയിൽ കണ്ടെത്തിയത്. ദിവസവും 15 ലിറ്ററോളം പാൽ നൽകിയിരുന്ന പശുവായിരുന്നു ഇത്. തോട്ടം തൊഴിലാളികളുടെ പ്രധാന ഉപജീവന മാർഗങ്ങളിലൊന്നാണ് കന്നുകാലി വളർത്തൽ. തോട്ടത്തിലെ ജോലിക്ക് പുറമെ കുടുംബത്തിന്റെ ചെലവുകളും കുട്ടികളുടെ പഠന ചെലവുമെല്ലാം ഇതിലൂടെ കണ്ടെത്തുന്നവരാണ് പലരും. காலையிலேருந்து காணும் தேடி கிளம்பியோம். காலையில் அவுத்துட்ட மாடு புளி அடிச்சு இதை வச்சு என் குடும்பம் ஓடிச்சு. வீட்டு பக்கத்தில் வந்து புளி அடிக்கி இதை பார்க்குறாங்க, யாருமே கண்டுக்கிறது கிடையாது. இதுக்கு ஒரு தீர்வு கிடைக்கலாம் எனக்கு இல்லை, அவ்வளோதான். எப்படி மாடு மேய்ச்சி எப்படி இதே ஆளையும் அடிக்கும். நாளைக்கு கண்டிப்பாக அடிக்கும். 3 புலியில் அந்த தான் 3 புலிக்குள்ள தடம் கிடக்கு. பார்க்குறாங்க, எதுவுமே பார்க்குறதில்ல. கண்டிப்பான ஒரு தீர்வு கிடைக்கலாம். இது நாங்கள் சும்மா விட மாட்டோம். இல்லை, கண்டிப்பாக. അടുത്തിടെയായി 4 കന്നുകാലികളാണ് ഈ മേഖലയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്നിട്ടും കടുവയെ തുരത്താൻ വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. இந்த இடத்துல இந்த மாடு அடிக்குது, எங்கள் எஸ்டேட்டில் வந்து இது கேட்டிங்கன்னா இந்த இடத்துல இந்த குறிப்பிட்ட ஏரியாவில் அடிக்கிறது மட்டும் இது ஒரு 3ஆவது தடவை 4ஆவது தடவை ஆயிடுச்சு சமீபத்தில்.
இது நாங்கள் ஃபாரஸ்ட்டுக்கு பல தடவை நாங்கள் புகார் கொடுத்துருக்கோம். எங்களுக்கு சரியான ஒரு நடவடிக்கை இல்லை. இந்த மாடை வச்சு தான் எங்களுடைய பொழப்பு இருக்குன்னு எல்லாருக்கும் தெரியும். இது ஒவ்வொரு நாளும் ஒவ்வொரு மாதமும் இல்லை இந்த மாதிரி சம்பவம் நடந்துகிட்ருக்கு. அதனால் இந்த அரசாங்கம் இதுக்காக ஒரு பிரத்யேக முயற்சி எடுத்து எங்களோட வாழ்வாதாரத்தை காப்பாற்றுறதுக்காக தயவு செய்து நாங்கள் பல தடவை இதை நாங்கள் அரசாங்கத்துக்கு தெரியப்படுத்தியிருக்கோம், அதிகாரிமாருக்கும் தெரியப்படுத்தியிருக்கோம். ஆனால் யார் இதுக்கு சரியான ஒரு தீர்வை കൊടുக்க മാട്ടേങ്கிறாங்க. കന്നുകാലികളെ നഷ്ടപ്പെടുന്നത് തൊഴിലാളി കുടുംബങ്ങളുടെ ഉപജീവനത്തെയാണ് നേരിട്ട് ബാധിക്കുന്നത്. ലയങ്ങൾക്ക് സമീപം വരെ കടുവ എത്തുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഗൂഡല്ലൂരിൽ ഹർത്താൽ. 48 മണിക്കൂറാണ് പണിമുടക്ക്. ഹർത്താൽ വിവരമറിയാതെ എത്തിയ കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികളുടെ വാഹനം ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു. യാത്രക്കാരും പോലീസും തമ്മിൽ തർക്കമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഗൂഡല്ലൂർ വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു. ഓണം ആഘോഷത്തിന്റെ ഭാഗമായാണ് മലയാളികൾ ഏറെയും ഗൂഡല്ലൂരിലെത്തിയത്. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മദ്യവിൽപ്പനയിൽ വൻ വർധനവ്. ഉത്രാടം വരെയുള്ള 8 ദിവസത്തിനിടെ 721.29 കോടി രൂപയുടെ മദ്യമാണ് ബെപ്കോയും കൺസ്യൂമർ ഫെഡും വഴി വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ 8 ദിവസങ്ങളിൽ 694.96 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് നടന്നത്. ഉത്രാട ദിനത്തിൽ മാത്രം സംസ്ഥാനത്ത് 126.31 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നുവെന്നാണ് സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ ഉടമസ്ഥയിലുള്ള ഔട്ട്ലെറ്റുകൾ വഴി മാത്രം ഉത്രാടത്തിന് 20 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. എന്നാൽ ഏത് ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിച്ചതെന്ന വിവരം സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ഓണാഘോഷത്തിനോടനുബന്ധിച്ച് തൃശൂരിന്റെ ഗ്രാമവേദികളിൽ ദേശകുമ്മാട്ടികൾ ഇറങ്ങി. നായ്ക്കനാൽ ഫ്രണ്ട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ നഗരത്തിൽ നടന്ന ദേശകുമ്മാട്ടി ഘോഷയാത്ര വർണ്ണാഭമായി. MLA രാജൻ ഉദ്ഘാടനം ചെയ്തു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിവിധ കുമ്മാട്ടികളും കലാരൂപങ്ങളും അണിനിരന്നു. വിവേകോദയം സ്കൂളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര AR മേനോൻ റോഡിലൂടെ നായ്ക്കനാൽ ജംഗ്ഷൻ വഴി ഷൊർണൂർ റോഡിലൂടെ തിരികെ വിവേകാനന്ദം സ്കൂളിൽ സമാപിച്ചു. 100 കണക്കിന് പേർ റോഡിന് ഇരുവശവും ഘോഷയാത്ര കാണാൻ തടിച്ചുകൂടിയിരുന്നു. വരും ദിവസങ്ങളിലും തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ കുമ്മാട്ടികൾ ഇറങ്ങും. നാലോണ നാളിൽ തൃശൂരിൽ അരങ്ങേറുന്ന പുലിക്കളി മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മേയർ നിജി ജസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുലിക്കളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 3,50,000 രൂപയായി വർദ്ധിപ്പിച്ചതായും മേയർ വ്യക്തമാക്കി. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. ശനിയാഴ്ച നടക്കുന്ന പുലിക്കളിയുടെ ഭാഗമായിട്ടുള്ള പുലിച്ചമയ പ്രദർശനം ഇന്ന് വൈകിട്ട് 5 മുതൽ 8 വരെ ഇത്തവണ പുലിമടകളിൽ തന്നെ നടത്തും. ആദ്യമായി ഇത്തവണ പുലിച്ചമയ പ്രദർശനത്തിന് സമ്മാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1ാം സമ്മാനം 10,000 രൂപയും ട്രോഫിയും, 2ാം സമ്മാനം 7,500 രൂപയും ട്രോഫിയും, 3ാം സമ്മാനം 5,000 രൂപയും ട്രോഫിയും സമ്മാനിക്കും. ശനിയാഴ്ച വൈകിട്ട് 4-ന് ബിനി ജംഗ്ഷനിൽ മന്ത്രി OJ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ഇവിടെ നമ്മൾ ഉദ്യോഗസ്ഥരെ 150ഓളം ഉദ്യോഗസ്ഥരെ ഈ പുലിക്കളിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവർക്ക് പ്രത്യേക ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. പുലിക്കളി കടന്നു വരുന്ന പ്രദേശങ്ങളിൽ മരച്ചില്ലകൾ താഴ്ന്ന അപകടകരമായ അവസ്ഥയിൽ അത് നീക്കം ചെയ്യാനും, അതുപോലെ തന്നെ ആ വഴികളിലെ റോഡിലെ കുഴികൾ അടയ്ക്കാനും, പിന്നെ താഴ്ന്നു കിടക്കുന്ന കേബിളുകൾ അതൊക്കെ ഉയർത്തിക്കെട്ടാനും അല്ലെങ്കിൽ കട്ട് ചെയ്യാനുമുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ജഡ്ജിംഗ് പോയിന്റ്സ് പ്രധാനമായിട്ടും 3 സ്ഥലത്താണ് ജഡ്ജിംഗ് പോയിന്റ്സ്. 1 മുനിസിപ്പൽ ഓഫീസ് റോഡ്, 2 MG റോഡ്, 3 പാറമേക്കാവ്. തൂഫാൻ നിശ്ചല ദൃശ്യം, ലൈറ്റ്, പുരാണ ടാബ്ലോ, പുലി, ചെണ്ട, പുലിവണ്ടി, സമകാലിക ടാബ്ലോ എന്നിവയുമുണ്ടാകും. ഏറ്റവും നല്ല പുലിക്കളി സംഘത്തിനുള്ള 1ാം സമ്മാനം 70,000 രൂപയും ട്രോഫിയും, 2ാം സമ്മാനം 60,000 രൂപയും ട്രോഫിയും, 3ാം സമ്മാനം 50,000 രൂപയും ട്രോഫിയും സമ്മാനിക്കും. ഏറ്റവും നല്ല പുരാണ നിശ്ചല ദൃശ്യത്തിനുള്ള 1ാം സമ്മാനം 55,000 രൂപയും ട്രോഫിയും, സമകാലിക നിശ്ചല ദൃശ്യത്തിനുള്ള 1ാം സമ്മാനം 50,000 രൂപയും ട്രോഫിയും സമ്മാനിക്കും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.